ഹലോ, അപ്പോഴേ ഇന്ന് നമുക്ക് കടയിലുണ്ടാക്കിയ മുളകിട്ട മീൻകറി ഒന്ന് കണ്ടു നോക്കിയാൽ ഒരുപാട് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാളക്കറിയുടെ റെസിപ്പി ഇടുമെന്നൊക്കെ. അതാ ചാളക്കറി കണ്ടത് ഇപ്പം ഇന്ന് ഉണ്ടാക്കണം. നല്ല തിളക്കണ്ട ഇറക്കി വെച്ചിട്ടും തിളക്കണേണ്ട. പെടക്കണ മീനാണെന്നൊക്കെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പെടക്കണ മീനല്ല, നല്ല ഉണ്ട ചാള. അത് നെയ്ച്ചാളായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 1.5 കിലോ ചാളയല്ലാണ്ട നമ്മൾ ഈ കറി വെക്കാൻ പോണത്. ഞങ്ങൾ എല്ലാ ദിവസവും കറി വെക്കണം, കാരണം കുറഞ്ഞ രീതിയിലാണ്ട കറി വെക്കുള്ളൂ, അതേ കൂടുതലൊന്നും ഉണ്ടാക്കി വെക്കുകയൊന്നുമില്ല. അപ്പോൾ അവർ വെട്ടിയൊക്കെ തന്നാണ്, പക്ഷെ എന്നാൽ പോലും നമ്മളതിൻ്റെ ഉള്ളിലത്തേക്ക് കളയണമല്ലോ, കറുത്തതൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ നന്നായിട്ട് അതിൻ്റെയൊക്കെ കറുത്തൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി എടുക്കുന്നുണ്ട്. ഇത് നെയ്ച്ചാളായത് കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു, കഴുകിയിട്ടും മണം പോകണ്ടായിരുന്നില്ല. എന്തോരം കഴുകിയിട്ടെന്ന് പറയുമ്പോൾ ചട്ടിയിലൊക്കെ ഭയങ്കര നെയ്യായിരുന്നു. പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വാരി എടുത്തിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നെയ്ച്ചാളൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിലേ നമ്മളുടെ വിയർപ്പിന് പോലും ചാളയുടെ ഒരു മണം ഉണ്ടാവും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് മാത്രമാണെന്നറിയില്ല. അങ്ങനെ ഞാൻ ചാള വരകി എടുത്തിട്ടുണ്ട്. വലിയ ചാളയായിരുന്നു, അതുകൊണ്ട് വരകിയാണ് എടുത്തത് കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയുമോ, കുറച്ച് ചുമന്നുള്ളി, ഈ ഒരു കറിക്ക് നന്നായിട്ട് ചുമന്നുള്ളിയാണ് കേട്ടോ വേണ്ടത്. ഏകദേശം ഒരു 150ഓളം ചുമന്നുള്ളി ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ചെറിയ തക്കാളി, കുറച്ച് പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി. അപ്പം നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് ചതച്ചായിട്ട് എടുക്കേണ്ടത്. അപ്പം അമ്മിക്കുട്ടി ഇല്ലാത്ത ആൾക്കാർ അരിഞ്ഞെടുക്കുക, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ എനിക്കിപ്പോൾ അമ്മിക്കുട്ടി ഉണ്ടായിപ്പോയി, മിക്സിയിലിട്ട് അടിക്കണ്ട കേട്ടോ, അതിൻ്റെ ടേസ്റ്റേ പോകും. അങ്ങനെ ഞാൻ എല്ലാ ഉള്ളിയും അതേപോലെ പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി നന്നായിട്ട് ചതച്ച് നമ്മുടെ കറിച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്, അതവിടെ ഇരുന്ന് കുതിരട്ടെ. ഇനി ഞാനൊരു 3 കുഞ്ഞി തക്കാളി ആയതുകൊണ്ടിട്ടാണ് 3 എടുത്തത്. വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 1 എടുത്താൽ മതി. എൻ്റെ എല്ലാം കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തേക്കണം. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഉണ്ടാകും. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തേക്കണം. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഞവടിക്കൂടും. അപ്പം ഈ ഒരു ഉള്ളിയുടെ നീരൊക്കെ ഇല്ലേ, ആ ഒരു കറിയിലേക്ക് ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. ഉള്ളിക്ക് പകരം സവാള എടുത്തിട്ടുണ്ട്, ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു കറിക്ക് ഉള്ളി തന്നെയാണ് നല്ലത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടി തിരുമ്മി കൂട്ടിയിട്ടുള്ള കറിയാണ്. അല്ലാട്ടോ, ഇത് വേറൊരു മോഡൽ കറിയാണ്. അങ്ങനെ ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനതിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അരികിലുള്ളതൊക്കെ ഒന്ന് വടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വല്ല കരിഞ്ഞോ അല്ലാന്ന് ഓർത്തിട്ടാണ്. ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇതിന് മൂടി വെച്ച് കൊടുക്കും. എന്നിട്ട് അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ. പിന്നെ നാളെ വന്നിട്ട് കമൻറ്റ് ഇടരുത്, ചേച്ചി ഞങ്ങളിങ്ങനെ ചെയ്തപ്പോൾ മസാല കരിഞ്ഞു പോയെന്നുള്ളൊരു കമൻറ്റേ വരരുത്. കാരണം നമ്മൾ ഏത് പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു മസാലയുടെ പച്ചമണമൊക്കെ മാറി നല്ലോണം മുരിഞ്ഞ് മസാലയ്ക്ക് ഇട്ടോളൂ. ഇതാ കണ്ടില്ലേ, നമ്മളിപ്പോൾ ചെയ്തേക്കണ മസാല ഒട്ടും കരിയാത്ത വിധത്തിലാണ് ഞാനിപ്പോൾ ചെയ്തെടുത്തേക്കണത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുളി വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 2 കഷ്ണം പുളി ചെറുതായിട്ട് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷമാണ് എത്രത്തോളം വെള്ളം വേണമെന്ന് നമ്മൾ നോക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഞാനൊരു അയിലക്കറിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു എന്തോരം വെള്ളമാണ് ഒഴിക്കേണ്ടത്, അതേപോലെ തന്നെ തിളച്ച് എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ലോ ഫ്ലെയിമിൽ ഇടേണ്ടത്, പിന്നെ എത്ര മിനിറ്റ് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ചാറ് കുറുകി കിട്ടും എന്നൊക്കെയുള്ള ഒരുപാട് കമൻറ്റുകൾ കേട്ടോ. അപ്പം ഞാൻ എല്ലാവരോടും ഈ പറയണതാണ്, വെള്ളത്തിൻ്റെ കണക്കെന്ന് വെച്ചാൽ നമ്മൾ എന്തോരം മീൻ എടുക്കണം അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്തണം. നമുക്കറിയാമല്ലോ എന്തോരം കറിയാണ് നമുക്ക് വേണ്ടതെന്ന്. പിന്നെ കുറേ അങ്ങോട്ട് വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പോലത്തെ കറിയായി പോട്ടെ. ഇത്തിരി തിക്ക് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ രണ്ടാമത് ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ മീൻ ഇട്ട് കഴിഞ്ഞിട്ട് എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടേണ്ടതെന്ന്. അങ്ങനെ മിനിറ്റ് ഒന്നും നോക്കേണ്ട കാര്യമില്ല, നന്നായിട്ടൊന്ന് തിള വന്ന് കഴിയുമ്പോൾ നമുക്കത് ലോ ഫ്ലെയിമിൽ ഇടാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അറിയാൻ പാടില്ലാത്ത പിള്ളേരാണെന്ന് തോന്നുന്നു ചോദിച്ചേക്കണം മീനിൻ്റെ വേവ് എന്തോരമാണെന്ന്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അറിയാൻ പാടില്ല കേട്ടോ, അതിന് പറയാനുണ്ട്. പിന്നെ ഏകദേശം ഞാൻ ഒരു ഉദ്ദേശം പറയണേ, ഒരു 10 മിനിറ്റെങ്കിലും നമ്മളിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണമെന്ന് എൻ്റെ ഒരു അറിവ്. മീനിൻ്റെ വേവ് എന്തോരമാണെന്ന് അറിയാവുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാനിതൊന്ന് തിള നന്നായിട്ട് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ മൂടിയൊക്കെ തുറന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ മീൻ കറിയൊക്കെ നല്ലോണം സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതൊന്ന് ചുറ്റിച്ചും കൂടി കൊടുക്കണ്ടേ. ഇനി ഇതിൽ കുറച്ച് താളിച്ചും കൂടി ഒഴിക്കാമെന്ന് വെച്ച്
അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചട്ടി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവിടാനാണ് ഓർത്തത്, പക്ഷെ അത് മറന്നുപോയി. ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുത്ത്. പിന്നെ ഓർത്ത് അയ്യോ ഉലുവിട്ടില്ലല്ലോ എന്നോർത്ത്. അങ്ങനെ അത് സൈഡിലേക്ക് നീക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഉലുവ ഇട്ട് കൊടുത്തത്. ഉലുവ പൊട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളി എല്ലാം കൂടി താളിച്ചിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് താളിപ്പ് ഒഴിച്ചു കൊടുത്തിട്ടാണ്. പിന്നെ എല്ലാവരും ചോദിക്കണ്ടായിരുന്നു അയിലക്കറി വെച്ച സമയത്ത് എന്താണ് ഇത് പീസാക്കി കൂടെ എന്ന് ചോദിക്കണ്ടായിരുന്നിട്ടാ. അങ്ങനെ പീസാക്കി നമ്മൾ കൊടുക്കണേണ്. അതിൻ്റെ തലഭാഗം അവിടെ ഇരിക്കും, വാൽഭാഗം മാത്രം എല്ലാവരും മേടിക്കുള്ളൂ. അപ്പം നമുക്കത് നഷ്ടവും. വീടുകളിലൊക്കെ ആണെങ്കിൽ അത് പീസാക്കിയിട്ട് കറി വെച്ചാലും ഒരു കുഴപ്പമില്ല. അങ്ങനെ കറി ഇറക്കി വെച്ചപ്പോഴത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കളയാലാന്ന്. ഈ കറി ഇന്ന് കൊടുത്തപ്പോൾ എല്ലാവരും ചോദിക്കണേ എന്താ ചേച്ചി വേപ്പില മരം എവിടെയെങ്കിലും ഒടിഞ്ഞ് വീണോന്ന് ചോദിച്ചു. അത്രയ്ക്ക് വേപ്പിലുണ്ടാകും നമ്മുടെ കറിയിൽ. ചാളക്കറി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ എന്നാ നാഗവലി കയറിയ പോലെയല്ലേ പാത്രങ്ങളൊന്നും ചുറ്റിക്കിറങ്ങണ്. ഇതൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് ചാളക്കറി വെച്ചത് കേട്ടോ. പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ ഇതെന്താ കുറുകാത്ത വെള്ളം പോലത്തെ ചാറന്ന്. നമ്മൾ തലേ ദിവസം വെച്ച് വെക്കണപ്പോഴാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നത്. പിറ്റേ ദിവസം നേരം വെളുത്ത് ഈ ഒരു കറി എടുക്കുമ്പോൾ നല്ല കുറുകിയ പോലത്തെ കറിയായിരിക്കും കിട്ടണ്ട. ഒരു നഗ്നമായ സത്യം പറയട്ടെ, നമ്മൾ തലേ ദിവസം കൊണ്ടാണ് മീൻകറി വെക്കണത്. എന്നാൽ മാത്രമേ പിറ്റേ ദിവസത്തേക്ക് നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുള്ള കറി കിട്ടുള്ളൂ. പിന്നെ രാവിലെ ആകുമ്പോഴേ ഈ ഒരു കറിയൊക്കെ കൂട്ടി പുട്ടീനാനായിട്ട് ഒരുപാട് പേര് വരും. അതുകൊണ്ട് നമ്മൾ തലേ ദിവസം വെച്ചോളൂ. എല്ലാവരും അങ്ങനെ തന്നെയാണോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.